മുരിങ്ങയില തോരൻ വയ്ക്കാൻ്റെയാണ്. അതാ മുരിങ്ങയില നന്നായിട്ട് അതിൻ്റെ ഇല മാത്രം വെറുത്തെടുത്തിട്ടുണ്ട്. ഉള്ളി ചെറുതായിട്ട് കരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, തേങ്ങ, ഇനി കുറച്ച് പരിപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും. തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്ത് ക്രഷ് ചെയ്ത് ചതച്ചെടുക്കും. പാവയ്ക്ക് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയുള്ളതാണ് ഇത്. പാവയ്ക്കയും ഉള്ളിയും സവാളയും ഇത് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനാണ്. മാങ്ങയും തേങ്ങ, പച്ചമുളക്, ഉള്ളി, ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കും. ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിലിട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇട്ട്, ഓൾറെഡി ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കും. അപ്പം നല്ല അടിപൊളി മാങ്ങാ ചമ്മന്തി കിട്ടും. ഇതാ നമ്മുടെ മാങ്ങാ ചമ്മന്തി ഒന്ന് മിക്സിയിൽ 2-3 പ്രാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ നല്ല അടിപൊളി മാങ്ങാ ചമ്മന്തിയായി. ചോറ്, നമ്മുടെ മുരിങ്ങയില തോരൻ, പാവയ്ക്ക മെഴുക്കുവരട്ടി, ചമ്മന്തി, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിനുള്ളത്. നമ്മുടെ ലഞ്ച് എന്നുള്ള ചോറ്, നല്ല ചൂട് ചോറ്, പരിപ്പ് കറി, മുരിങ്ങയില തോരൻ, പാവയ്ക്ക മെഴുക്കുവരട്ടിയത്, ചമ്മന്തി. പരിപ്പ് കറി രാവിലെ വെച്ചതാണ് കേട്ടോ, അതുകൊണ്ട് അത് കാണിക്കാതിരുന്നത്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിക്കണം അല്ലേ. അപ്പം ഈ തേങ്ങാ ചമ്മന്തിയും ഈ പരിപ്പ് കറിയും മെഴുക്കുവരട്ടിയും പാവയ്ക്ക മെഴുക്കുവരട്ടിയും മുരിങ്ങയില തോരനും ഈ ചൂട് ചോറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അപ്പം ഇതിലൊരു ചെറിയ പുളി കാണും, കയ്പ്പ് കാണും, ചെറിയൊരു എരിവ് കാണും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലിൽ തന്നെ ഇരിക്കും അല്ലേ. ഞാൻ കഴിച്ചു പോട്ടെ, എന്നിട്ട് പറയാവേ. എൻ്റെ അമ്മയും അടിപൊളി ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഒരു എരിവും പുളിയും കയ്പും എല്ലാം കൂടെ ആയപ്പം പറയാതിരിക്കാൻ പറ്റൂല. ബാക്കി ഞാൻ കഴിച്ചോട്ടെ. അപ്പം ബായ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.